ഫാദർ സെന്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് മാർപ്പാപ്പയുടെ ഭൗതിക ശരീരം എത്തിച്ചിട്ടുണ്ട്. സെന്റ് മേരി മേജർ ബസിലിക്കയിൽ തന്നെ ആയിരിക്കണം അന്ത്യവിശ്രമം എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. അത് മരണപത്രത്തിൽ കൂടി കുറിച്ചു വെച്ചിട്ടുമുണ്ടായിരുന്നു. ഈ സെന്റ് മേരി മേജർ ബസിലിക്കയുമായി അദ്ദേഹത്തിനുള്ള ഒരു ആത്മബന്ധം, അദ്ദേഹത്തിന് എല്ലാ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിലും അദ്ദേഹം അവിടെ എത്തി കന്യാമറയത്തിന് മുൻപിൽ എത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പലതവണ നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ സെന്റ് മേരി മേജർ ബസിലിക്കയുമായി മാർപ്പാപ്പയ്ക്കുള്ള ഒരു ആത്മബന്ധം കൂടി നമുക്കിതോടൊപ്പം ഒന്ന് പറഞ്ഞു പോകാം. ഫാദർ, അതെ, ഫ്രാൻസിസ് പാപ്പായ്ക്ക് മേരി മേജർ ബസിലിക്കയുമായിട്ട് ഒരു അഭേദ്യമായ ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മറിയം, കന്യക മറിയത്തോട് വളരെയേറെ ബന്ധം ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടാകും, ജോൺ പോൾ രണ്ടാമൻ പാപ്പ വളരെ വലിയ മരിയ ഭക്തൻ ആയിരുന്നു. അദ്ദേഹം വെടിയേറ്റതിന് ശേഷം അദ്ദേഹം രക്ഷപ്പെട്ടത് മറിയത്തിൻ്റെ മാധ്യസ്ഥം മൂലം ആയിരുന്നുവെന്ന് പിന്നീട് പലവട്ടം അദ്ദേഹം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഫാത്തിമ മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ആയിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത്, ജീവിതത്തിൽ തുടർന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഏതാണ്ട് അപ്രകാരം ഒരു ചിന്ത യഥാർത്ഥത്തിൽ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. ഫ്രാൻസിസ് പാപ്പ തൻ്റെ പ്രധാനപ്പെട്ട എല്ലാ നിയോഗങ്ങൾക്കും മുമ്പായി മറിയത്തെ കണ്ട് താൻ ഇപ്രകാരമാണ് ചെയ്യാൻ പോകുന്നതെന്ന് അവളോട് പറയുന്ന ഒരർത്ഥത്തിൽ അതിനെ കാണുകയും അതിനുശേഷം അത് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും വന്ന് മറിയത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. തൻ്റെ എല്ലാ അപ്പസ്തോലിക യാത്രകളും തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. മറിയത്തിൻ്റെ ഈ ഛായാചിത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും വന്ന് നന്ദി സൂചകമായി പ്രാർത്ഥിച്ചിരുന്നു. അപ്രകാരം ഉള്ള ഒരു സ്ഥാനത്തേക്കാണ് തൻ്റെ അവസാന നിമിഷം തൻ്റെ ഭൗതിക ശരീരം ആയിരിക്കേണ്ടതെന്ന് ഫ്രാൻസിസ് പാപ്പ തൻ്റെ മരണപത്രത്തിൽ എഴുതിയിരുന്നു. അതനുസരിച്ചാണ് ഇപ്രകാരം ഈ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. ഞാൻ പറയും, ഇത് അവസാനമായിട്ട് പറയാനുള്ളത് സ്നേഹഗായകന് വിട. സ്നേഹഗായകനായിരുന്നു ഫ്രാൻസിസ് എന്ന് പറയാം. രണ്ടാം ക്രിസ്തു എന്ന് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ ലോകം വിളിച്ചിട്ടുണ്ട്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെ രണ്ടാം ക്രിസ്തു എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ ഇവിടെ നമ്മുടെ കാലഘട്ടത്തിൽ ഒരർത്ഥത്തിൽ മൂന്നാം ക്രിസ്തുവായിട്ട് ഫ്രാൻസിസ് പാപ്പ മാറിയെന്ന് പറയാൻ സാധിക്കും. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന, ഏറെ പ്രത്യേകിച്ച് പാവപ്പെട്ട മനുഷ്യരെ, ദരിദ്രരായ മനുഷ്യരെ എല്ലാവരെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരാളായിരുന്നു ഫ്രാൻസിസ് പാപ്പ. കേവലം കത്തോലിക്കരോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ആയ മനുഷ്യരെ മാത്രമല്ല, എല്ലാ മനുഷ്യരെയും, ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും, എല്ലാവർക്കും വേണ്ടി ആരൊക്കെ പരാധീനതകൾ അനുഭവിക്കുന്നുവോ, ആരൊക്കെ വേദന അനുഭവിക്കുന്നുവോ, ആരൊക്കെ സഹനത്തിലൂടെ കടന്നു പോയിരുന്നുവോ അവരുടെയൊക്കെ കൂടെ ഫ്രാൻസിസ് പാപ്പ ഉണ്ടായിരുന്നെന്ന് പറയാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെന്ന് പറയാം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ അവസാനമായിട്ട് കാണിച്ചത് ഈ യഥാർത്ഥത്തിൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നേരത്തെ നടന്ന ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. അതേസമയം നമ്മൾ ഈ യഥാർത്ഥത്തിൽ സെൻറ്റ് മേരി മേജർ ബസിലിക്കയിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇവിടെ ഒന്നും കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. ഇത് അവസാനമായിട്ട് ഈ മൃതശരീരം അടങ്ങുന്ന, ഭൗതിക ശരീരം അടങ്ങുന്ന ആ കോഫിൻ അടയ്ക്കുന്നതിന് മുമ്പായിട്ടുള്ള ചടങ്ങുകളാണ് നാം ഇവിടെ കണ്ടതെന്ന് പറയാൻ സാധിക്കും. അതിനുശേഷം ഈ സ്നേഹഗായകന് വിട, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ ഈ സ്നേഹഗായകനോടുള്ള അഭ്യർത്ഥന. ഹൃദയത്തിൻ്റെ കുറിച്ചാണ്, യേശുവിൻ്റെ ഹൃദയത്തെക്കുറിച്ചാണ് അവസാനമായിട്ട് നാലാമത്തെ ചാക്രിക ലേഖനമായി ഫ്രാൻസിസ് പാപ്പ എഴുതിയത്. സ്നേഹം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയ ഹൃദയമായിരുന്നു യേശുവിൻ്റെ ഹൃദയം. ആ ഹൃദയം തുറക്കപ്പെട്ടു. ആ ഹൃദയത്തിൽ നിന്ന് ചൊരിഞ്ഞ ചോരയും നീരും മനുഷ്യർക്ക് രക്ഷയുടെ മാർഗമായിട്ട് മാറി. അത് ഈ ഫ്രാൻസിസ് പാപ്പായിലൂടെ നമുക്കും ലഭ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയും ആശംസയുമാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്.